Sneha and I am a student of Osela. Today I am going to talk about how to create present continuous tense negative sentence in singular and plural. So ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ നെഗറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെയാണ് സിംഗുലറിലും പ്ലൂറലിലും പറയാമെന്നാണ്. എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് സിംഗുലറിലും പ്ലൂറലിലും ക്രിയേറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു. പോസിറ്റീവ് സെൻറ്റൻസിന് സിംഗുലറിലും പ്ലൂറലിലും എങ്ങനെ പറയാനായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. സോ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ നെഗറ്റീവിനാണ് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പോസിറ്റീവ് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നെഗറ്റീവിനെ എങ്ങനെയാണ് സിംഗുലറിലും പ്ലൂറലിലും ഒരു സെൻറ്റൻസ് ആക്കി മാറ്റുക എന്നാണ് പറയുന്നത്. സോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മുടെ ടെൻസ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ് തൊട്ട് നമ്മൾ പുതിയ ടെൻസിലേക്ക് മാറിയിരുന്നു അല്ലേ. സോ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് പറയാൻ പോകുന്നത്. സോ ഈ നെഗറ്റീവിന് പോസിറ്റീവ് നമ്മളൊരു എന്ത് പഠിച്ചു? ഫോർമാറ്റ് പഠിച്ചു, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ഇനി അതേപോലെ നെഗറ്റീവിന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. എന്തായിരിക്കും ആ ഫോർമാറ്റ്? നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ച സമയത്ത് പോസിറ്റീവിന് എന്തുണ്ടായിരുന്നു? പോസിറ്റീവ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊരു ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു. ഇനി അത് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ തന്നെ അത് നെഗറ്റീവിലേക്ക് ആക്കിയപ്പോൾ ആ ഫോർമാറ്റിൽ ചെറിയൊരു ചേഞ്ച് വന്നു. എന്തായിരുന്നു അവിടെ വന്ന ചേഞ്ച്? യെസ്, ഡൂം ഡസും ഓക്സിലറി വെർബ് അവിടെ നോട്ട് ചേർത്തു. ഡസിൻ്റും ഡോണ്ടായി, ബാക്കിയൊക്കെ സെയിം തന്നെ അല്ലേ. സോ ഇതേപോലെ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പോസിറ്റീവിൽ നമ്മുടെ ഫോർമാറ്റ് എന്താണ്? യെസ്, സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ഇത് നെഗറ്റീവിലേക്ക് മാറുമ്പോൾ ചെറിയൊരു ചേഞ്ച് വരും. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് വന്ന പോലെ തന്നെ ഇവിടെയും ഒരു ചെറിയ ചേഞ്ച് വരും. ഇവിടെ ഏതിനായിരിക്കും ചേഞ്ച് വരിക? യെസ്, ഓക്സിലറി വെർബിനാണ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഓക്സിലറി വെർബിനാണ് ചേഞ്ച് വന്നത് അല്ലേ. അതിലുള്ള ഓക്സിലറി വെർബ് ഡൂം ഡസ് ആണ്. സോ അതിനെ നോട്ട് ചേർത്ത് പറഞ്ഞപ്പോൾ ഡോണ്ടും ഡസിൻ്റും ആയി. ഇനി ഇവിടെയുള്ള ഓക്സിലറി വെർബ് ഏതാണ്? ഈസ്, ആർ ആൻഡ് ആം. ഈസും ആമും ആറാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. ഈ ഓക്സിലറി വെർബിന് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ. ഓക്സിലറി വെർബിൻ്റെ കൂടെ പ്ലസ് നോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെന്താവും? ഈസ് പ്ലസ് നോട്ട് ഇസിൻ്റ് ആവും. ആം പ്ലസ് നോട്ട് ആമിൻ്റ്, ആർ പ്ലസ് നോട്ട് ആറിൻ്റ് എന്നിങ്ങനെ ആവും. സോ അപ്പോൾ നമ്മുടെ നെഗറ്റീവിലെ ഫോർമാറ്റ് എന്തായി? സബ്ജക്റ്റ് പ്ലസ് ഇസിൻ്റ് ഓർ ആറിൻ്റ് ഓർ ആമിൻ്റ് പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നിങ്ങനെയായി മാറി. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് സിംഗുലർ നോക്കാം. സിംഗുലറിൽ ഒരു ഫോർ എക്സാമ്പിൾ, he isn't writing a letter. He isn't writing a letter എന്ന സെൻറ്റൻസിൽ നമുക്ക് ഫോർമാറ്റ് അനുസരിച്ച് നോക്കാം. ഹി സബ്ജക്റ്റ് വന്നു. പിന്നെ പോസിറ്റീവിൽ നമ്മൾ പറഞ്ഞിരുന്നു ഹി ഒരാളാണ്. അതൊരു സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്ത് വരും? ഈസ് ആണ് വരിക. ഈസ് അല്ലേ എവിടെ വരിക? യെസ്. ഇനി ഇവിടെ നെഗറ്റീവിലാവുമ്പോൾ ഇസിൻ്റ് വരും. അവിടെ ഈസ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവിലാവുമ്പോൾ ഇസിൻ്റ് എന്ന് വരും. സോ ഹി കൊടുത്തു, സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വെർബ്. ആ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഇസിൻ്റ്, ആമിൻ, ആറിൻ. ഇത് മൂന്നെണ്ണത്തിലും നമ്മളൊന്ന് സെലക്ട് ചെയ്യണം. അത് സബ്ജക്റ്റിന് മാച്ച് ആയത് വേണം സെലക്ട് ചെയ്യാൻ. സോ ഇവിടെ സബ്ജക്റ്റിന് മാച്ച് ഏതാണ്? ഹി ഒരാളാണ്, സിംഗുലറാണ്. അപ്പോൾ ഇസിൻ്റ് ആണോ ആമിൻ്റ് ആണോ ആറിൻ്റ് ആണോ വരിക? യെസ്, ഇസിൻ്റ് ആണ്. ഈസ് നമ്മൾ സിംഗുലറിന് ഉപയോഗിക്കുന്നതാണ്. അത് നെഗറ്റീവിലേക്ക് ആകുമ്പം ഇസിൻ്റ് എന്നായിരുന്നേ ഉള്ളൂ. സോ ഹി ഉപയോഗിച്ചു, ഇസിൻ്റെ ഓക്സിലറി വെർബ് എടുത്തു. ഹി isn't writing. അതിൽ പിന്നെ എന്താണ്? പ്ലസ് V1 ആണ്. റൈറ്റ് ആണ് അതിലത്തെ V1 പ്ലസ് ING ആകുമ്പോൾ റൈറ്റ് പ്ലസ് ING റൈറ്റിംഗ് ആവും. ബാക്കിയുള്ളത് കംപ്ലീറ്റ് സെൻറ്റൻസ് ഒബ്ജക്റ്റ്. എ ലെറ്റർ. he isn't writing a letter. he isn't writing a letter എന്നാവും സെൻറ്റൻസ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. I'm not going to school. I'm not going to school അല്ലെങ്കിൽ I'm not going to market. I'm not going to market. അതെങ്ങനെ നമ്മൾ ഒരു ഫോർമാറ്റ് ആയിട്ട്
എന്താണ് മാച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമുക്കതൊന്ന് നോക്കാം. സബ്ജക്റ്റ് ആണ് ഫസ്റ്റ്. ഐ സബ്ജക്റ്റ് വന്നു. പിന്നെ എന്താണ്, ആം നോട്ട് ആണ് വന്നത്. ആം നോട്ട് ഓർ ആമിൻറ്റ്. ആമിൻറ്റ് എന്നും പറയാം, ആം നോട്ട് എന്നും പറയാം. നമ്മൾ അധികം ആം നോട്ടാണ്, ആമിൻ്റെ കേസിൽ ആം നോട്ടാണ് അധികം യൂസ് ചെയ്ത് കേട്ടിട്ടുള്ളത്. ആമിൻ്റെ അത്ര കേട്ടിട്ടില്ല. ബട്ട് ഈസിൻ്റെയും ആറിൻ്റെയും കേസിൽ നമ്മൾ ഈസ് നോട്ട് ആർ നോട്ട് എന്നൊന്നും അധികം കേട്ടിട്ടില്ല. നമ്മൾ അധികം കേൾക്കാം ഈസിൻ്റെ ആറിൻ്റെ എന്നാണ്. പക്ഷേ ആമിൻ്റെ കേസിൽ മാത്രം ആം നോട്ട് എന്നാണ് അധികം ആൾക്കാർ യൂസ് ചെയ്യുക. ആമിൻ്റെ എന്ന അത്ര ആൾക്കാരൊന്നും അധികം യൂസ് ചെയ്യില്ല. സോ പക്ഷേ രണ്ടും കറക്റ്റാണ്. നമ്മൾ ഈസ് നോട്ട് എന്ന് പറഞ്ഞാലും ഈസിൻ്റെ എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. അധികം ഈസിൻ്റാണ് യൂസ് ചെയ്ത് കേട്ടിട്ടുള്ളത്. ഈസ് നോട്ട് അധികം കേട്ടിട്ടില്ല. ഈ ആമിൻ്റെ കേസിൽ നമ്മൾ ആമിൻ്റെ എന്ന് പറഞ്ഞാലും ആം നോട്ട് എന്ന് പറഞ്ഞാലും രണ്ടും കറക്റ്റാണ്. നമ്മൾ ആം നോട്ടാണ് അധികം യൂസ് ചെയ്ത് കേട്ടിട്ടുള്ളത്. ആമിൻ്റെ അങ്ങനെ കേട്ടിട്ടില്ല. ഇനി ആറിൻ്റെ കേസിലാണെങ്കിൽ ആറിൻ്റെ എന്നും പറയാം, ആർ നോട്ട് എന്നും പറയാം. ആറിൻ്റെ ആണ് യൂസ് ചെയ്ത് കേട്ടിട്ടുള്ളത് എല്ലാവരും. ആറിൻ്റെ ആറിൻ്റെ ആണ് എല്ലായിടത്തും കേട്ടിട്ടുള്ളത്. ആർ നോട്ട് ആറിൻ്റെ പോലെ അത്ര ഫേമസ് അല്ല. സോ നമ്മൾ ആമിൻ്റെ കേസിൽ മാത്രമാണ് രണ്ട് രീതിയിലും പറയാം. ആമിൻ്റെ കേസിലല്ല, ആ 3 ഓക്സിലറീൻ്റെ കേസിൽ രണ്ട് തരത്തിലും പറയാം. സോ ഞാനിവിടെ ആം നോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഐ ആം നോട്ട് ഗോയിങ് ടു മാർക്കറ്റ്, അതായിരുന്നില്ലേ നമ്മളെ സെൻറ്റൻസ്. സോ ഐ വന്നു സബ്ജക്റ്റ്, ആം നോട്ട് ഓക്സിലറി എടുത്തു, ആം നോട്ട് ഗോയിങ്. അതിൽ ഗോയിങ് ഗോ ആണ് V1 പ്ലസ് ING ഗോ പ്ലസ് ING ഗോയിങ് ആവും. ടു മാർക്കറ്റ് അത് ഒബ്ജക്റ്റായി ടു മാർക്കറ്റ്. ഇനി വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഷീ isn't reading English newspaper. അല്ലെങ്കിൽ ശ്രിയ isn't read English newspaper. ശ്രിയ isn't reading English newspaper. ശ്രിയ isn't reading English newspaper. അതിൽ സബ്ജക്റ്റ് വന്നു, ശ്രിയ വന്നു, സബ്ജക്റ്റ് isn't, അതായത് ഓക്സിലറി വെർബ്. ശ്രിയ എന്നുള്ളത് ഒരാളാണ്, ഒരാളുടെ പേരാണ്. സോ ഒരാളത് ആയതുകൊണ്ട് isn't വന്നു. ശ്രിയ isn't റീഡിങ്, റീഡാണ് അതിലത്തെ V1 പ്ലസ് ING, റീഡ് പ്ലസ് ING റീഡിങ് എന്നാവും. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഒബ്ജക്റ്റ് ആവും. സോ നമ്മൾ സിംഗുലറിൽ ഈസിൻ്റ്, ആമിൻ്റ്, പിന്നെന്താണ് ഒരാളെ പേര്, ഒരു വ്യക്തിയുടെ പേര്, അതായത് സിംഗുലർ ആയിട്ടുള്ള കാര്യത്തിനൊക്കെ നമ്മൾ എന്തിൽ കൂട്ടും, സിംഗുലർ സബ്ജക്റ്റിൽ വേണം പറയാൻ. അപ്പോൾ ഇവിടെ ഈ 3 ഓക്സിലറി ഉണ്ട്. അതിൽ 2 ഓക്സിലറി സിംഗുലറിൽ വരുന്നത്, മറ്റേ 6 പ്ലൂറലിലാണ് വരിക. 6 മാത്രമാണ് ഇവിടെ 3 ഓക്സിലറിയിൽ 6 മാത്രമാണ് പ്ലൂറലിൽ വരുന്നത്. ബാക്കി 2 എണ്ണം എന്തിൽ വരും, സിംഗുലറിൽ വരും. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ആയിരുന്നു ഐ പ്ലൂറലിൽ. ബട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഐ ഇപ്പോൾ എന്തിലാണുള്ളത്, സിംഗുലറിലാണുള്ളത്. സോ സിംഗുലർ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്തത് പ്ലൂറലിലോട്ട് പോകാം. പ്ലൂറൽ എന്താണ്? പ്ലൂറൽ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? ഫോർ എക്സാമ്പിൾ, they aren't watching television. അത് നമ്മൾ ഫോർമാറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ സബ്ജക്റ്റ് ദേ, പിന്നെ സബ്ജക്റ്റ് എന്താണ്, പ്ലൂറലാണ്. സോ ഈസിൻ്റും നമ്മൾ യൂസ് ചെയ്യില്ല, ആമിൻ്റെ യൂസ് ചെയ്യില്ല, ആറിൻ്റാണ് യൂസ് ചെയ്യുക. പ്ലൂറലിൻ്റെ കേസിൽ ആ 3 ഓക്സിലറിയിൽ നിന്ന് ആറിൻ്റ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് പ്ലൂറലാണ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആറിൻ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ദേ വന്നു, ആറിൻ്റ് വന്നു. ദേ ആറിൻ്റ് വാച്ചിങ്, അതിൽ വാച്ചാണ് എന്ത്, V1. അത് വാച്ചിങ് V1 പ്ലസ് ING, വാച്ച് പ്ലസ് ING ആകുമ്പോൾ വാച്ചിങ് ആവും. ടെലിവിഷൻ അത് ഒബ്ജക്റ്റും. പിന്നെ നമ്മൾ ഫോണ്, ടെലിവിഷൻ ഇതുപോലെയൊക്കെ കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സീ ടെലിവിഷൻ എന്നല്ല, സീയിങ് ടെലിവിഷൻ, സീ ടെലിവിഷൻ അങ്ങനെയല്ല പറയേണ്ടത്.
സോ ടെലിവിഷൻ അങ്ങനെയൊന്നല്ല, വാച്ചാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അതായത് വാച്ചിങ് ടെലിവിഷൻ, വാച്ച് ടെലിവിഷൻ അങ്ങനെ അവിടെ വാച്ച് എന്ന വേർഡാണ് യൂസ് ചെയ്യേണ്ടത്. സി എന്നൊരിക്കലും ഫോണ്, ടി വി ഇങ്ങനത്തെ കേസിൽ കണ്ടു എന്ന് പറയാൻ നമ്മൾ സി ഉപയോഗിക്കരുത്. വാച്ചാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സോ ഫോർമാറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ സെൻറ്റൻസും കറക്റ്റാണ് അല്ലേ. ദേ ആർൻറ്റ് വാച്ചിങ് ടി വി അല്ലെങ്കിൽ ദേ ആർൻറ്റ് വാച്ചിങ് ടെലിവിഷൻ. വേറൊരു എക്സാമ്പിൾ നോക്കാം. വി ആർൻറ്റ് ഗോയിങ് ടു ഡൽഹി. വി ആർൻറ്റ് ഗോയിങ് ടു ഡൽഹി. വി ആർൻറ്റ് ഗോയിങ് ടു ഡൽഹി. അതിൽ നമ്മൾ വി വന്നു, സബ്ജക്റ്റ് ആർൻറ്റ്, സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ആർൻറ്റ് ഓക്സിലറി വെർബായിട്ട് വന്നു. പിന്നെ എന്താണ് വന്നത്? വി ആറിങ് ഗോ ആണ് അതിലത്തെ V1 പ്ലസ് ING, ഗോ പ്ലസ് ING ആകുമ്പോൾ ഗോയിങ് ആയി. പിന്നെ ടു ഡൽഹി, അത് ഒബ്ജക്റ്റിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാം. ദെൻ വേറൊരു എക്സാമ്പിൾ നോക്കാം. എന്താണൊക്കെ എയ്റോപ്ലെയിൻസ് അറേഞ്ച് എന്താണ് പറയുക? അല്ലെങ്കിൽ നമുക്ക് വേറൊരു സെൻറ്റൻസ് എടുക്കാം. ബേർഡ്സ് അറേഞ്ച് ഫ്ലൈ ഓൺ ദ റോഡ്. ബേർഡ്സ് അറേഞ്ച് ഫ്ലൈ ഓൺ ദ റോഡ്. അതായത് പക്ഷികൾ റോഡിൽ കൂടെ പറക്കില്ല. പക്ഷികൾ ആകാശത്ത് കൂടിയാണല്ലേ പറക്കുക, റോഡിൽ കൂടെ പറക്കില്ല. അതാണ് നമ്മൾ പറയുന്നത് ബേർഡ്സ് അറേഞ്ച് ഫ്ലൈ ഓൺ ദ റോഡ്. ബേർഡ്സ് അറേഞ്ച് ഫ്ലൈയിങ് ഓൺ ദ റോഡ്. സോറി, ഫ്ലൈ അല്ല, ഫ്ലൈയിങ് ആണ് വരിക. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് പറയുന്നത്. സോ ഫ്ലൈയിങ് ആണ് കേട്ടോ വരിക. ബേർഡ്സ് അറേഞ്ച് ഫ്ലൈയിങ് ഓൺ ദ റോഡ്. ബേർഡ്സ് അറേഞ്ച് ഫ്ലൈയിങ് ഓൺ ദ റോഡ്. അതിൽ ബേർഡ്സ് വന്നു, അത് പ്ലൂറലാണ്. ബേർഡ്സ് സബ്ജക്റ്റായി വന്നു. അറേഞ്ച് ഓക്സിലറി വെർബ്. ബേർഡ്സ് എന്ന് പറയാൻ പ്ലൂറൽ ആയതുകൊണ്ട് ഓക്സിലറി വെർബ് അറേഞ്ച് എടുത്തു. ബേർഡ്സ് അറേഞ്ച് ഫ്ലൈനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഫ്ലൈ V1 കിട്ടി പ്ലസ് ING. V1 പ്ലസ് ING എന്താവും? ഫ്ലൈ പ്ലസ് ING ഫ്ലൈയിങ് ആവും. ഓൺ ദ റോഡ് അത് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഇതിൽ കൂട്ടാം. സോ ഇത്രയേ ഉള്ളൂ പ്ലൂറൽ. പ്ലൂറൽ നമ്മൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെയായിട്ട് വരും? ദേ വരും, വി വരും, യു വരും. പിന്നെ കളക്ഷൻ ഓഫ് വേർഡ്സ് ലൈക്ക് ബേർഡ്സ്, പീപ്പിൾസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് അങ്ങനെ കളക്ഷൻ ഓഫ് വേർഡ്സ് അതിൽ വരും. ഇനി സിംഗുലറിലാണെങ്കിൽ എന്ത് വരും? സിംഗുലറിലാണെങ്കിൽ സബ്ജക്ട്സ് ആയിട്ട് ഐ വരും, ഒരാളുടെ പേര് വരും, ഷീ, ഹി. ഇത് നാലെണ്ണമാണ് സിംഗുലറിൽ സബ്ജക്റ്റ് ആയിട്ട് വരിക. ഇനി പ്ലൂറലാണെങ്കിൽ ഏതൊക്കെ വരും? വി, ദേ അല്ലെങ്കിൽ വി, ദേ, പിന്നെ കളക്ഷൻ ഓഫ് വേർഡ്സ്, യു. ഇത് നാലെണ്ണമാണ് പ്ലൂറലിൽ വരിക. ഐ പിന്നെ ഏതാണ്? ഷീ, ഹി, പിന്നെ ഏതാണ് വരിക? ഒരാളുടെ നെയിം. അതാണ് സിംഗുലറിൽ വരിക. ഇത് നാലെണ്ണമാണ് ഈച്ച് ഓഫ് ഇതിലും വരിക. ഈച്ച് ഓഫ് സിംഗുലറിലും പ്ലൂറലിലും സബ്ജക്റ്റ് ആയിട്ട് വരിക. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ നെഗറ്റീവിൽ സിംഗുലറിലും പ്ലൂറലിലും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. അതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സിംഗുലറിലും പ്ലൂറലിലും നെഗറ്റീവ് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. സോ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.